ചരിത്രപ്രധാനവും പുരാതനവുമായ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ട എന്നറിയപ്പെടുന്ന കോട്ട. കിഴക്കോട്ട് ഫേസ് ചെയ്തിരിക്കുന്നത് കൊണ്ടും ശ്രീപത്മനാഭസ്വാമിയെ ദർശിക്കാൻ പറ്റുന്നതുകൊണ്ടും കിഴക്കേ നട അല്ലെങ്കിൽ കിഴക്കേക്കോട്ടയാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. എന്നാൽ ഈ കിഴക്കേക്കോട്ടയുടെ അതേ പ്രാധാന്യമുള്ളതും ഇതിൻ്റെ നേരെ എതിർഭാഗത്തുള്ളതുമായ പടിഞ്ഞാറേക്കോട്ടയുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഇത്രയും പുരാതനമായ ഈ പടിഞ്ഞാറേക്കോട്ടയിലെ കോട്ട ശരിക്കുള്ള പരിചരണമൊന്നുമില്ലാതെ തകർന്നു കിടക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. ഇത് ജനശ്രദ്ധയിൽപ്പെട്ട് MLAയും മന്ത്രിയും ഒക്കെ അറിഞ്ഞു, നാട്ടുകാരും ഒക്കെ അറിഞ്ഞു. മീഡിയയിലൊക്കെ ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയതിൻ്റെ പുറകിൽ ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 62 ലക്ഷം രൂപ ഗവൺമെൻറ് സാങ്ഷൻ ചെയ്തു. ഈ 62 ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തതിൽ ഷിബു എന്ന ഒരാൾക്ക്, അമരവിളയുള്ള ഷിബു എന്ന ഒരാൾക്ക് 46,96,000 രൂപയുടെ എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ട് തുക പാസ്സാക്കി നൽകിയത് 6-ാം മാസം 10-ാം തീയതിയാണ്. ജൂൺ 10-നാണ് നൽകിയത്. ഈ തുക നൽകിയതിന് ശേഷം ഈ കഴിഞ്ഞ 2 മാസമായിട്ട്, അതായത് ജൂൺ പകുതിയായി, ജൂലൈ മാസം പകുതിയായി, ആഗസ്റ്റ് മാസം ഏകദേശം 5-ാം തീയതിയായി, ഇന്ന് വരെ അവിടെ ചെയ്തേക്കുന്നത് ഒരു 1000 രൂപയുടെ ടാർപ്പാളിൻ വാങ്ങിച്ച് അതിനകത്ത് കെട്ടിയിട്ടുണ്ട്. വേറൊന്നും ചെയ്തിട്ടില്ല. ഈ കടുത്ത മഴയത്ത് വെറും ഒരു ടാർപ്പാളിനിൽ ഒതുക്കി നിർത്തിയൊക്കെയാണ് ഈ 46,96,000 രൂപയുടെ പദ്ധതി. ഇവിടെ ജനപ്രതിനിധിയുണ്ട്, കോട്ടയ്ക്കകത്ത് കോർപ്പറേഷൻ വാർഡ് കൗൺസിലറുണ്ട്, പുരാവസ്തു വകുപ്പിൻ്റെ ഉന്നത ഏമാന്മാരെല്ലാം ഉണ്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ട് പോലും ഇതിൻ്റെ പ്രവർത്തനം ഈ കഴിഞ്ഞ 1.5 മാസത്തിനിടയ്ക്ക് ഒരു ശകലം പോലും അനങ്ങിയിട്ടില്ല. ഇത് ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. കൗൺസിലറുമായിട്ടും MLA ആയിട്ടും ഒക്കെ, MLA ഭരണപക്ഷത്തെ MLA ആണ്, ഭരണപക്ഷത്തെ MLA ആയിട്ടുമൊക്കെ ബന്ധപ്പെട്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ കോട്ട സംരക്ഷിക്കേണ്ടത് നമ്മുടെ പൈതൃകമാണ്. ഈ കോട്ട സംരക്ഷിക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. ഈ കാര്യത്തിൽ ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.